ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡാവിഞ്ചി റിസോൾവിൽ എങ്ങനെ നമ്മുടെ വീഡിയോസ് ആൻഡ് നമ്മുടെ മ്യൂസിക്സ് എല്ലാം ഇമ്പോർട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ പ്രോജക്റ്റിനൊരു നെയിം കൊടുക്കുകയാണ്. ഫസ്റ്റിൽ തന്നെ നമ്മൾ നമ്മുടെ മീഡിയ പേജിലേക്ക് പോവുകയാണ്. സോ ഫസ്റ്റ് ഞാൻ ഈ ഒരു ഏരിയയിലേക്ക് പോകുന്നു. ഇവിടെ ഞാനൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ആഡ് ന്യൂ ലൊക്കേഷൻ എന്ന് കൊടുക്കുന്നു. അവിടെ ഞാൻ എൻ്റെ വീഡിയോസ് ആൻഡ് ഓഡിയോസ് എവിടെയാണുള്ളത് ആ ലൊക്കേഷൻ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആ ലൊക്കേഷൻ പാത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് അവിടെ എന്തൊക്കെ ഫോൾഡേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടോ അതെല്ലാം നമുക്ക് അവിടെ വിസിബിൾ ആവുന്നതാണ്. അതിനുശേഷം ഞാൻ നമ്മളുടെ 2 ഫോൾഡേഴ്സ് സെലക്ട് ചെയ്തതിനു ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള ആഡ് ഫോൾഡർ ആൻഡ് സബ് ഫോൾഡർ ഇൻ ടു മീഡിയ പൂൾ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അവിടെ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അവിടെ ചേഞ്ച് പ്രോജക്റ്റ് ഫ്രെയിം റേറ്റ് എന്ന ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഞാൻ അവിടെ ചേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ നമുക്ക് വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഫയൽസ് എല്ലാം താഴെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം നമ്മുടെ മാസ്റ്റർ ബിന്നിലേക്ക് ഓർഗനൈസ് ആയിട്ടുണ്ട്. നമുക്ക് സ്മാർട്ട് ബിൻസ് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ ആദ്യം നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം മെറ്റാഡേറ്റ എന്ന് പറയുന്ന ഈ ഒരു വിൻഡോയിലേക്ക് വരുന്നുണ്ട്. ആ വിൻഡോൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ആരോ സിമ്പിൾ കാണാം. ആ സിമ്പിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഷോർട്ട് ആൻഡ് സീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുമ്പോൾ താഴെ കുറച്ച് ഓപ്ഷൻസ് വരും. അതിനനുസരിച്ചിട്ടുള്ള ഓപ്ഷൻസ് വരും. അവിടെ ഞാൻ കീവേഡ്സ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ അവിടെ ഞാനൊരു ലൈറ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് ടൈപ്പ് ചെയ്യുന്നു. അത് സെറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ അടുത്ത വീഡിയോ സെലക്ട് ചെയ്യുന്നു. വീണ്ടും മെറ്റാഡേറ്റയിൽ വരുന്നു. കീവേഡ്സിൽ വന്നിട്ട് റോഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഉള്ള ആവശ്യമായിട്ടുള്ള വീഡിയോസെല്ലാം സെലക്ട് ചെയ്ത് അതിനിപ്പോൾ എന്തൊക്കെ കീവേഡ്സ് കൊടുക്കാം അതെല്ലാം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ താഴെ സ്മാർട്ട് ബിൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അവിടെ നോക്കുമ്പോൾ കീവേഡ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. അത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് താഴെയായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ഓരോ ബിന്നും അവിടെ കീവേഡ്സ് സെറ്റായിട്ടുണ്ട്. ലൈറ്റ്, നേച്ചർ, റോഡ്. അപ്പോൾ നമ്മൾ ഓരോ കീവേഡ് സെലക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോസ് മാത്രം നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ മാസ്റ്റർ ബിൻ എങ്ങനെ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സ്മാർട്ട് ബിൻസ് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കി. ഇനി നമുക്ക് എഡിറ്റ് പേജിലേക്ക് പോകാം. നമ്മുടെ മാസ്റ്റർ ബിന്നിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസ് ആൻഡ് മ്യൂസിക് അവിടെ ഓർഗനൈസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ നമ്മുടെ സ്മാർട്ട് ബിന്നിൽ നമ്മൾക്ക് കീവേഡ് കൊടുത്തിട്ടുണ്ട്. ആ കീവേഡിനനുസരിച്ചുള്ള വീഡിയോസ് അവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നതാണ്. ഇനി ഞാൻ ഈ മാസ്റ്റർ എന്ന് പറഞ്ഞ ഈ ഒരു വിൻഡോയിലേക്ക് വരുന്നുണ്ട്. ആ ഒരു ഏരിയയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ ന്യൂ ബിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുന്നു. ആ ബിന്നിന് ഞാൻ ടൈം ലൈൻ ഒന്ന് നെയിം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ചേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ ആ ബിന്നിനകത്തേക്ക് കയറുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം ഞാൻ ആ ഒരു ഏരിയയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടൈം ലൈൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിൽ ക്രിയേറ്റ് ന്യൂ ടൈം ലൈൻ, അതിൻ്റെ ഷോർട്ട് കട്ട് Ctrl+N ആണ്. അത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ക്രിയേറ്റ് ന്യൂ ടൈം ലൈൻ എന്ന് പറയുന്ന ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അവിടെ ഞാൻ ടൈം ലൈൻ 1 എന്ന് കൊടുത്തിട്ട് ക്രിയേറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ടൈം ലൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ്, മ്യൂസിക് എല്ലാം നമ്മുടെ മാസ്റ്റർ ബിന്നിലും അതുപോലെ തന്നെ താഴെ നമ്മുടെ സ്മാർട്ട് ബിന്നിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് നമുക്ക് വീഡിയോ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം.